ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കൊച്ചു സീഗളിനെ കുറിച്ചുള്ള കഥയാണ്. അവൻ്റെ പറക്കാനുള്ള ആ ഒരു പേടി, അതിനെ ഓവർകം ചെയ്യുന്നത്, പിന്നീട് അവൻ ആ ഒരു പറക്കലിനെ അവൻ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ആ ഇടുങ്ങിയ പാറക്കെട്ടിൽ കുഞ്ഞു സീഗൾ ഒറ്റക്കായിപ്പോയി. അവൻ്റെ ഒപ്പം പിറന്ന അവൻ്റെ 2 സഹോദരന്മാരും ഒരു സഹോദരിയും കഴിഞ്ഞ ദിവസം പറന്നുപോയി കഴിഞ്ഞിരുന്നു. അവരോടൊപ്പം പോകാൻ കുഞ്ഞു സീഗളിന് കഴിഞ്ഞില്ല. പറക്കാൻ അവൻ നന്നേ ഭയപ്പെട്ടിരുന്നു. എങ്ങനെയൊക്കെയോ അവൻ ആ പാറക്കെട്ടിന്റെ അറ്റത്തേക്ക് ഓടിയെടുത്ത് ചിറകടിച്ചുയരാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിന് കഴിഞ്ഞില്ല. ഭയം അവനെ കീഴടക്കിയിരുന്നു. നേരെ നോക്കിയ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലാണ്. പാറക്കെട്ടിൽ നിന്ന് താഴോട്ട് നോക്കിയാലോ മൈലുകളോളം താഴ്ചയുള്ളതായി തോന്നും. കുഞ്ഞു സീഗളിന് ഉറപ്പായിരുന്നു അവൻ്റെ ചിറകുകൾ ഒരിക്കലും അവന് തുണയാകില്ലെന്ന്. പാവം തല കുനിച്ചുകൊണ്ടവൻ പാറക്കെട്ടിലെ ചെറിയ പൊത്തിലേക്ക് ഓടി. ആ പൊത്തിലായിരുന്നു അവൻ രാത്രികൾ കഴിച്ചുകൂട്ടിയിരുന്നത്. കുഞ്ഞു സീഗളിനേക്കാൾ വളരെ ചെറിയ ചിറകുകളായിരുന്നു അവൻ്റെ സഹോദരങ്ങൾക്കുണ്ടായിരുന്നത്. എന്നിട്ടും അവർ ആ പാറക്കെട്ടിന്റെ വക്കിലേക്ക് ഓടിയെടുത്ത് ചിറകടിച്ച് പറന്നുപോയി. അവൻ്റെ സഹോദരങ്ങൾ കാണിച്ചത്രയും ധൈര്യം സംഭരിക്കാനോ അത്തരമൊരു അതിസാഹസത്തിന് മുതിരാനോ കുഞ്ഞു സീഗളിന് കഴിഞ്ഞില്ല. അവൻ ആകെ നിരാശനായി. അവൻ്റെ അച്ഛനും അമ്മയും അവിടെ എത്തി അവനെ ശാസിക്കുമായിരുന്നു. പറന്നു പോയില്ലെങ്കിൽ നീ ഈ പാറക്കെട്ടിൽ പട്ടിണി കിടന്നു ചാകും എന്നൊക്കെ പറഞ്ഞ് അവർ സീഗളിനെ പേടിപ്പിക്കാൻ നോക്കി. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. ആ കുഞ്ഞു സീഗളിന് പറക്കാൻ അത്രയ്ക്ക് പേടിയായിരുന്നു. അവനൊന്നും അനങ്ങാൻ കൂടി കഴിഞ്ഞില്ല. കുഞ്ഞു സീഗളിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ആ പാറക്കെട്ടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. കുഞ്ഞു സീഗളാണേ തനിച്ചായി. അവരാരും കുഞ്ഞു സീഗളിൻ്റെ അടുത്തേക്ക് വരുന്നേയില്ല. കഴിഞ്ഞ ദിവസം മുഴുവൻ അവൻ്റെ അച്ഛനും അമ്മയും തൻ്റെ സഹോദരങ്ങൾക്കൊപ്പം പറന്ന് അവരെ എങ്ങനെ വിദഗ്ധമായി പറക്കാം എന്ന് പഠിപ്പിക്കുന്നതും തിരകളിലേക്ക് ഊളിയിട്ട് എങ്ങനെ മീൻ പിടിക്കാമെന്നും കാണിച്ചു കൊടുക്കുന്നതൊക്കെ അവൻ ആ പാറക്കെട്ടിലിരുന്ന് കണ്ടു. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ചേട്ടൻ ആദ്യമായി കടലിൽ ഊളിയിട്ട് മീൻ പിടിക്കുന്നതും അതുകൊണ്ട് അടുത്തുള്ളൊരു പാറക്കെട്ടിൽ പോയിരുന്ന് കഴിക്കുന്നതും അന്നേരം അവൻ്റെ അച്ഛനും അമ്മയും അഭിമാനത്തോടെ തൻ്റെ ചേട്ടൻ്റെ ചുറ്റിനും ഉച്ചത്തിൽ ചിലച്ച് വട്ടമിട്ട് പറക്കുന്നതും അവൻ നോക്കിക്കൊണ്ടേയിരുന്നു. കാലത്തെയുള്ള പറക്കലിനും വിഷപ്പാറ്റലിനും ശേഷം അവർ കുഞ്ഞു സീഗളിനെ പരിഹസിച്ചുകൊണ്ട് ആ പാറക്കെട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. സൂര്യൻ വാനിലേക്ക് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. സീഗൾ നിന്നിരുന്ന ആ പാറക്കെട്ടിലേക്ക് കടുത്ത സൂര്യപ്രകാശം ഏൽക്കാൻ തുടങ്ങി. പാറക്കെട്ടിൽ മാത്രമല്ല, വിശപ്പ് കാരണം കുഞ്ഞു സീഗളിന്റെ വയറും കത്താൻ തുടങ്ങി. കാരണം തലേ ദിവസം രാത്രി മുതൽ അവൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ആ പാറക്കെട്ടിന്റെ അങ്ങേയറ്റത്തായി ഒരു അയല മീനിന്റെ ഉണങ്ങിയ വാലിന്റെ ഒരു കഷ്ണം അവൻ കണ്ടു. ആ സമയം അവന് കഴിക്കാൻ ഒരു തരി ഭക്ഷണം പോലും അവിടെ ശേഷിച്ചിരുന്നില്ല. ഓരോ മുക്കിലും മൂലയിലും അവൻ തിരഞ്ഞു. അവനും സഹോദരങ്ങളും ഒക്കെ വിരിഞ്ഞിറങ്ങിയ വൈക്കോൽ കൂടിലും അവൻ അരിച്ചു പെറുക്കി നോക്കി. പക്ഷെ അവൻ ഒന്നും കിട്ടിയില്ല. ഒടുവിൽ അവൻ സഹികെട്ട് അവൻ വിരിഞ്ഞിറങ്ങിയ മുട്ടത്തോട് തന്നെ കാർന്ന് തിന്നാനായിട്ട് നോക്കി. ഒരർത്ഥത്തിൽ അവന്റെ ശരീരം തന്നെ ഭക്ഷിക്കലായിരുന്നു അത്. പാറക്കെട്ടിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പറക്കാതെ തന്നെ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും അടുത്ത് എത്തണം എന്ന് ചിന്തിച്ചു. പക്ഷെ അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. പിന്നെ അവന്റെ നീണ്ട ചാര നിറത്തിലുള്ള കാലടികൾ മെല്ലെയായി. പറക്കാതെ രക്ഷയില്ല. കാരണം അവന്റെ ഇരുവശത്തുമുള്ള പാറക്കെട്ട് അവസാനിക്കുന്നത് കുത്തനെയുള്ള മലയുടെ അറ്റം പോലെയാണ്. താഴെയാണെങ്കിലോ കടലും. കുഞ്ഞു സീഗളിനും അവന്റെ പാരൻസിനും ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് വരുന്ന പോലെ അവന് ഫീൽ ചെയ്തു. അവൻ നിന്നിരുന്ന പാറക്കെട്ടിലൂടെ നേരെ പോകുവാണേ അവന് പറക്കാതെ തന്നെ അവന്റെ പാരൻസിന്റെ അരികിലേക്ക് എത്താൻ കഴിയും. പക്ഷെ എങ്ങനെ? അവൻ ആലോചിച്ച് അവന് ഒരു പിടുത്തം കിട്ടിയില്ല. വടക്ക് ദിശയിലേക്ക് പരന്ന പാറക്കൂട്ടങ്ങളായിരുന്നില്ല, പകരം ചെങ്കുത്തായ ഒരു കയറ്റമായിരുന്നു. അവനാണെ പറന്ന് പൊങ്ങാനും കഴിയില്ല. ഒരു പക്ഷേ താഴെ കടലിലോട്ടുള്ള താഴ്ചയേക്കാൾ കൂടുതലായിരുന്നു ആ ചെങ്കുത്തായ പാറയുടെ പൊക്കം. അവൻ മെല്ലെ ആ പാറക്കെട്ടിന്റെ അറ്റത്തേക്ക് നീങ്ങി. തൻ്റെ ഒരു കാല് ചിറകിനടിയിൽ ഒതുക്കി ഒറ്റക്കാലിൽ അവൻ ആ പാറയുടെ വക്കിൽ നിന്നു. ആദ്യം അവനൊരു കണ്ണടച്ചു, പിന്നെ രണ്ടാമത്തെയും. എന്നിട്ട് ഉറക്കത്തിലേക്ക് വീഴുന്ന പോലെ ഭാവിച്ചു.
യഥാർത്ഥത്തിൽ തൻ്റെ പാരൻസിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ അവരിവനെ മൈൻഡ് പോലും ചെയ്തില്ല. അവൻ നോക്കിയപ്പോൾ അവൻ്റെ സഹോദരങ്ങൾ അപ്പുറത്തെ നിരപ്പായ പാറയുടെ മുകളിൽ അവരുടെ തല കഴുത്തിൻ്റെ താഴെയാക്കി മയങ്ങുകയാണ്. അച്ഛനാകട്ടെ തൻ്റെ വെളുത്ത മുതുകിലെ തൂവലൊക്കെ കൊക്കുകൊണ്ട് മിനുസപ്പെടുത്തുന്നു. എന്നാൽ അവൻ്റെ അമ്മ മാത്രം അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതവൻ കണ്ടു. ആ പാറയിലെ അല്പം ഉയരമുള്ള കല്ലിലാണ് അവൻ്റെ അമ്മ നിന്നിരുന്നത്. അവരുടെ വെളുത്ത നെഞ്ച് മുന്നോട്ട് നിന്നു. കൂടെ കൂടെ അവൾ അവളുടെ കാൽ കീഴിൽ കിടന്ന മീൻ കഷ്ണത്തെ കൊത്തിക്കേറിക്കൊണ്ടിരുന്നു. ഈ കാഴ്ച കുഞ്ഞു സീഗലിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. മീൻ അവന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവനും ഇതുപോലെ മീനെ കൊത്തിക്കീറി തിന്നാനായിരുന്നു ഇഷ്ടം. തൻ്റെ കുഞ്ഞു കൊക്കിനെ മൂർച്ച കൂട്ടാൻ അവൻ ആ പാറക്കെട്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരക്കുമായിരുന്നു. അവൻ ഉറക്കി ഒന്ന് ചിലച്ചു. അപ്പോൾ അവൻ്റെ അമ്മയും ചിലച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു. അവനും കൂടി അല്പം ഫുഡ് കൊണ്ടുതരാൻ അവൻ അമ്മയോട് കെഞ്ചി. അമ്മയാകട്ടെ അവനെ കളിയാക്കുന്ന എന്ന പോലെ ശബ്ദം പുറപ്പെടുവിപ്പിച്ചു. എന്നിട്ടും ഏതാണ്ട് 1 മിനിറ്റോളം കുഞ്ഞു സീകൾ അലമുറയിട്ടു അമ്മയെ വിളിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ സന്തോഷത്തോടെ നിലവിളിച്ചു. നോക്കുമ്പോൾ അവൻ്റെ അമ്മ ഒരു മീനിൻ്റെ കഷ്ണം കൊത്തിയെടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പറക്കുകയാണ്. അവൻ ആകാംക്ഷയോടെ പുറത്തേക്ക് എത്തി നോക്കി. ഭക്ഷണവുമായി പറന്നു വരുന്ന അമ്മയുടെ അടുത്തേക്ക് എത്രയും വേഗം എത്താനായി അവൻ്റെ കാലുകൾ ധൃതി കൂട്ടി. പക്ഷേ അവൻ്റെ തൊട്ടടുത്ത് എത്താറായപ്പോഴേക്കും അമ്മ പെട്ടെന്ന് പറക്കൽ നിർത്തി ആ പാറക്കെട്ടിൻ്റെ വക്കിൽ വന്നു നിന്നു. അവിടെ നിൽക്കുമ്പോൾ അമ്മയുടെ കാലുകൾ അസ്ഥിരമായിരുന്നു. ചിറകുകളാകട്ടെ ചലനമറ്റ പോലെ. കൊക്കിലുള്ള ആ മീനിൻ്റെ ചെറു കഷ്ണം അവൻ്റെ കൊക്കിന് എത്തിപ്പിടിക്കാവുന്നത്രയും അടുത്തായിരുന്നു. കുഞ്ഞു സീകൾ ഒന്നമ്പരന്നു. എന്തുകൊണ്ട് അമ്മ തൻ്റെ അടുക്കലേക്ക് വരുന്നില്ല എന്നോർത്ത് ആശ്ചര്യപ്പെട്ടു. വിശപ്പ് അവനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അമ്മയുടെ കൊക്കിലുള്ള മീനിൻ്റെ നേർക്ക് അവൻ കുതിച്ചു ചാടി. ഉടനെ അമ്മ മുകളിലേക്ക് പറന്നുയർന്ന അമ്മയുടെ താഴെ കൂടി ഒരു വലിയൊരു നിലവിളിയോടെ കൊച്ചു സീകളും പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് പതിച്ചു. ഭീകരമായൊരു ഭയം അവനെ കീഴ്പ്പെടുത്തി. ഒരു നിമിഷത്തേക്ക് അവൻ്റെ ഹൃദയം നിലച്ച പോലെ അവന് തോന്നി. ആ സമയം യാതൊരു ശബ്ദവും അവന് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതൊക്കെയും വെറും ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത നിമിഷം അവൻ്റെ ചിറകുകൾ തനിയെ വിടരുന്ന പോലെ അവന് തോന്നി. നെഞ്ചിലെ തൂവലുകൾ കാറ്റിനോട് മല്ലിട്ടു. ചിറകടിയുടെ ശബ്ദം അവൻ്റെ കാതിൽ മുഴങ്ങി. അവന് മനസ്സിലായി തൻ്റെ ചിറകുകൾ കാറ്റിനെ വെട്ടിമുറിച്ചെന്ന പോലെ ചലിക്കുകയാണെന്ന്. അവൻ തല കീഴായി താഴോട്ട് വീഴുകയായിരുന്നില്ല. അവൻ മെല്ലെ മെല്ലെ പറന്നുയരാൻ തുടങ്ങിയിരുന്നു. ഭയം അവനെ വിട്ടകന്നു. അവൻ ഒരു ഭീരുവല്ല ഇപ്പോൾ. ഒരു തരം മന്ദതയാണ് അവന് അനുഭവപ്പെട്ടത്. പിന്നെ പെട്ടെന്ന് അവൻ ചിറകടിച്ച് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. ആഹ്ലാദത്തോടെ കാറിക്കൊണ്ട് ശബ്ദമെടുത്തുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും തൻ്റെ ചിറകുകൾ കൂട്ടിയടിച്ചു. അവൻ വീണ്ടും മുകളിലേക്ക് പറന്നുയർന്നു. നെഞ്ചു വിരിച്ചുകൊണ്ടവൻ കാറ്റിൻ്റെ എതിരെ പറന്നു വന്നു. അവൻ്റെ അമ്മ അവൻ്റെ അടുക്കലേക്ക് പറന്നു വന്നു. അവനും ഉച്ചത്തിൽ കരഞ്ഞു. അവൻ്റെ അച്ഛനും ആ നേരം അങ്ങോട്ടേക്ക് പറന്നെടുത്തു. കൂടെ തൻ്റെ സഹോദരങ്ങളും. അവർ കടലിലേക്ക് കൂപ്പുകുത്തി ഉയർന്നു പോകുന്നത് അവൻ കണ്ടു. തനിക്കൊരിക്കലും പറക്കാൻ കഴിയില്ലെന്നൊക്കെയുള്ള കാര്യം അവൻ പാടെ മറന്നുകൊണ്ട് സഹോദരങ്ങൾക്കൊപ്പം പറക്കാൻ ആരംഭിച്ചു. അവൻ ആർത്തു വിളിച്ചു. വിശാലമായ കടലിനെ നോക്കിക്കൊണ്ടവൻ അതിന് തൊട്ടുമുകളിലൂടെ പറന്നു. തൊട്ടു താഴെ പരന്നു കിടക്കുന്ന വിശാലമായ പച്ചക്കിടൽ അവൻ കണ്ടു. കുഞ്ഞു കുന്നുകൾ പോലെ ഓളങ്ങൾ ഓടി മറയുന്നത് അവൻ രസകരമായി തോന്നി. കുഞ്ഞു സീകളും അച്ഛനും അമ്മയും തൻ്റെ സഹോദരങ്ങൾക്കുമൊപ്പം ആ പച്ചക്കടലിലേക്ക് പറന്നിറങ്ങി. കടലിലേക്ക് പറന്നിറങ്ങാനായി കാലുകുത്തിയതും അവൻ മുങ്ങിപ്പോയി. പേടിച്ചു നിലവിളിച്ചുകൊണ്ടവൻ മുകളിലേക്ക് ഉയരാൻ നോക്കി. ചിറകുകൾ കൂട്ടിയടിച്ചു. പക്ഷേ അവൻ വളരെ ക്ഷീണിതനായിരുന്നു. വിശപ്പ് അവനെ പാടെ തളർത്തിക്കളഞ്ഞു. അവന് മുകളിലേക്ക് ഉയരാനേ കഴിഞ്ഞില്ല. അവൻ്റെ കാലുകൾ കടലിലേക്ക് താന്നു. എന്നാൽ അവൻ്റെ വയർ വെള്ളത്തിലേക്ക് താന്നില്ല. ശരിക്കും അവൻ ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ തുടങ്ങി. അവൻ്റെ ചുറ്റിനും അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ സഹോദരങ്ങളും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു.
ഡോഗ് ഫിഷിൻ്റെ നുറുങ്ങ കഷ്ണങ്ങൾ അവർ അവന് കഴിക്കാനായി നൽകി. ഇതായിരുന്നു നമ്മുടെ കൊച്ചു സീഗലിൻ്റെ ആദ്യത്തെ പറക്കൽ അനുഭവം. ഈ ഒരു കഥയിൽ നിന്ന് നമ്മുടെ കഥാകാരൻ നമുക്ക് തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, എവറിത്തിങ് ഈസ് പോസിബിൾ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാനായിട്ടൊരു മനസ്സ് കാണിക്കണം. അതായത് നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം, അല്ലേ? നമ്മളൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനെ കോൺഫിഡൻസോടു കൂടി തന്നെ ഫേസ് ചെയ്യണം. അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് കഥാകാരൻ തരുന്ന മെസ്സേജ്.